ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന അവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ അവസാനത്തെ അധ്യായമായ 6-ാം അധ്യായം. ഇവിടെ അദ്ദേഹം ആദ്യം മക്കൾ മാതാപിതാക്കൾക്ക് എങ്ങനെ വിധേയപ്പെടണമെന്നുള്ളതാണ്. മക്കളുടെ ചുമതല കർത്താവിൽ മാതാപിതാക്കളെ അനുസരിക്കണമെന്നുള്ളതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് സ്വഭവനത്തിൽ വന്ന് മാതാപിതാക്കൾക്ക് വിധേയമായി ജീവിച്ചുവെന്ന്. മാതാപിതാക്കൾ മക്കളിൽ നിന്ന് എപ്പോഴും ഇത് പ്രതീക്ഷിക്കുന്നത് ആന്തരികമായ ബഹുമാനവും അതിൻ്റെ ബാഹ്യമായ പ്രകടനവുമാണ്. കർത്താവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലുള്ള മാതാപിതാക്കളുടെ നിർദ്ദേശം എപ്പോഴും അവരെ അനുസരിക്കണം, അത് ഉചിതമാകുന്നു എന്നുള്ളതാണ്. അത് ദൈവികമായ കൽപ്പനയാണ്. ജന്മം നൽകിയവരോടുള്ള വിധേയത്വം പ്രകൃതിയുടെ നിയമവുമാണ്. വാഗ്ദാനത്തോടുകൂടിയ ആദ്യത്തെ കൽപ്പനയാണ് നിനക്ക് നന്മയുണ്ടാകാനും ദീർഘായുസ്സുണ്ടാകാനും നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത്. 10 കൽപ്പനകളിൽ വാഗ്ദാനം ചേർത്ത് പറഞ്ഞിരിക്കുന്ന ഏക കൽപ്പന ഇത് മാത്രമാണ്. നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ മാതാപിതാക്കളെ സ്നേഹിച്ച് അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് ആ 10 കൽപ്പനകളിൽ ഒന്നാണ്. അതോട് ചേർന്ന് പറഞ്ഞു മാതാപിതാക്കളുടെ കടമയും പൗലോസ് ശ്ലീഹ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അനാവശ്യമായി മക്കളെ പ്രകോപിപ്പിക്കരുത്. കാരണം മക്കൾ നിങ്ങളുടെ തന്നെ ഭാഗമാണ്. അതിനനുസരണമായ സ്നേഹവും വാത്സല്യവുമാണ് അവരോട് വേണ്ടത്. നിങ്ങളവരെ ശാസിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുമ്പോൾ അത് കോപത്തോടുകൂടിയാണെങ്കിൽ അവരിൽ നിന്നുള്ള പ്രതികരണവും അതിനനുസരിച്ചായിരിക്കും. അവരുടെ മാനസികമായ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസം ആവശ്യമായിരിക്കുന്നത് പോലെ അവരുടെ ആത്മീയമായ വളർച്ച അതും അവർക്ക് വളരെ അനിവാര്യമായ ഘടകമാണ്. അവരെ നല്ല മനുഷ്യർ ആക്കുക എന്നതിനേക്കാൾ ഉപരി നല്ല ക്രിസ്ത്യാനികളായി കർത്താവിൻ്റെ ശിക്ഷണത്തിൽ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവരണം. 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യജമാന-ദാസ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. പൗലോസ് ശ്ലീഹ എഴുതുന്ന കാലഘട്ടങ്ങളിൽ അടിമത്വമുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലും കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ അടിമത്വം ഇവിടെയും ഇത് നിലനിന്നിരുന്നതാണ്. അന്നത്തെ ആ ഒരു വ്യവസ്ഥിതി, ആ സാഹചര്യത്തിൽ യജമാനന്മാരെ ഭക്തിയോടും വിശ്വസ്തയോടും കൂടി നമ്മുടെ കർത്താവിനെ അനുസരിക്കുന്നതായ രീതിയിൽ അവരെ അനുസരിക്കണമെന്നാണ് പൗലോസ് ശ്ലീഹ ആവശ്യപ്പെടുന്നത്. അതിൽ കാപട്യം പാടില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാരെ പോലെ ആയിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. കാരണം മനുഷ്യർക്കല്ല, മനുഷ്യരിലൂടെ ദൈവത്തിനാണ് നിങ്ങൾ ആ സേവനം ചെയ്യുന്നത്. ഒരു കാര്യം വളരെ വളരെ നിശ്ചയമാണ്, അടിമയായാലും സ്വതന്ത്രനായാലും പ്രവൃത്തിക്ക് അനുയോജ്യമായ പ്രതിഫലനമാണ് മനുഷ്യരിൽ നിന്നായാലും ദൈവത്തിൽ നിന്നായാലും നമുക്ക് ലഭിക്കുന്നത്. യജമാനന്മാരുടെ അദ്ദേഹം പറയുന്നു എന്ന് പറഞ്ഞാൽ അടിമകളുടെ ഉടമകൾ അവർ 4 കാര്യം ഓർമ്മയിൽ വയ്ക്കണം. 1, അവർക്കും യജമാനനായി ദൈവമുണ്ട് എന്നുള്ള ഒരു ബോധ്യം എപ്പോഴും മനസ്സിലുണ്ടാവണം. അതനുസരിച്ച് വേണം അവർ തങ്ങളുടെ കീഴിലുള്ളവരോട് പെരുമാറുവാൻ. 2, അടിമകളോട്
അല്ലെങ്കിൽ കർക്കശമയമായ രീതിയല്ല. അവർ നിങ്ങളോട് പ്രദർശിപ്പിക്കുന്ന സ്നേഹവായ്പോടുകൂടിയായിരിക്കണം നിങ്ങൾ അവരോട് പെരുമാറേണ്ടത്. മൂന്നാമത്, അശരണരും നിങ്ങളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന അവരിൽ മനുഷ്യ സഹജമായി വന്നേക്കാവുന്ന തെറ്റുകളെ നിങ്ങൾ ക്ഷമിക്കണം. 4, അടിമയും ഉടമയും തമ്മിൽ വ്യത്യാസമില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കാരണം രണ്ടുപേരും ദൈവത്തിൻ്റെ മക്കളാണ്. ഇനി 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പൈശാചിക ശക്തിക്ക് എതിരായിട്ടുള്ള അവൻ്റെ പ്രവർത്തനം അവനാവശ്യമാണ് എന്ന് പൗലോസ് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തി പ്രാപിക്കണം. നമുക്കൊരു പോരാട്ടമുണ്ട്, യുദ്ധമുണ്ട്. അത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യനോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേനയോടത്രേ. അതിനെക്കുറിച്ചുള്ള ഒരു ആയുധങ്ങളെക്കുറിച്ച് സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ സർവായുധവർഗം ആയുധം റോമൻ പടയാളിയുടെ വേഷവിധാനങ്ങളൊക്കെ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. സത്യമെന്ന അരക്കെട്ട്, നീതി എന്ന കവചം, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവജനമെന്ന വാള്, വിശ്വാസമെന്ന ആ വലിയ പരിച, ദൈവജനമാകുന്ന വാള്, ഇതൊക്കെ ധരിച്ചുകൊണ്ട് സാത്താനോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. അന്നത്തെ റോമൻ പടയാളികളുടെ വേഷവിധാനങ്ങളൊക്കെയും ഉദാഹരണമാക്കിക്കൊണ്ടാണ് പൗലോസ്ലീഹ ഇവിടെ ആ ജനത്തോട്, എഫേസ്യയിൽ ഉള്ള ആ ജനത്തോട് ഈ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. നമുക്കും ഇത് വളരെ ആവശ്യമാണ്. കാരണം നമ്മളും ഒരു യുദ്ധഭൂമിയിലാണ്. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നന്മ ചെയ്യാൻ ഇച്ഛിച്ചാലും ഇച്ഛിക്കാതെ നന്മ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ജഡം, ലോകം, പിശാചിവ മൂന്നുള്ള പോരാട്ട സഭയിൽ അനുനിമിഷം നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം, നീതിയും അനീതിയും തമ്മിലുള്ള പോരാട്ടം, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം, വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള പോരാട്ടം, ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങളിൽ ദിവസവും നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പം അതിൽ ദൈവത്തിൻ്റെ പടയാളിയായി പിശാചിനോട് നമ്മൾ യുദ്ധം ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. അപ്പോൾ മേൽപ്പറഞ്ഞ ഒരു ക്രിസ്ത്യാനിയുടെ ആയുധവർഗം സാമർത്ഥ്യത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥനയാണ് അവനാവശ്യം. അതുപോലെ ക്രൈസ്തവൻ സകല വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ദത്തുപദേനിലൊക്കെ നമ്മൾ ഭരണാധിപന്മാർക്ക് വേണ്ടിയും രാജാക്കന്മാർക്ക് വേണ്ടിയും അല്ലെങ്കിൽ അധികാര സ്ഥാനത്തുള്ളവർക്ക് വേണ്ടിയും ഒക്കെ പ്രത്യേകമായ പ്രാർത്ഥന സഭയിലുണ്ട്. അപ്പോൾ ആ ഒരു പിശാചിനോട് നമ്മൾ യുദ്ധം ചെയ്ത് അതിനെ നമ്മൾ എതിർത്ത് നിൽക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അവസാനമായി അദ്ദേഹം തിഹിക്കോസ് എന്ന ഒരു ശിഷ്യനെക്കുറിച്ച് പറയുന്നു. അദ്ദേഹം പൗലോസിനോട് ചേർന്ന് ഒക്കെ പ്രവർത്തിച്ച ഒരാളാണ്. പൗലോസ് എഴുതിയ ഈ ലേഖനം കൊലോസ്യർക്കും അല്ലെങ്കിൽ എഫേസ്യർക്കും ഒക്കെ കൊണ്ടുകൊടുത്തത് അദ്ദേഹമാണ്. അതിനുശേഷം സ്നേഹനിർഭരമായ അപ്പസ്തോലികമായ ആശീർവാദത്തോടെ അദ്ദേഹം ഈ ലേഖനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പൊതുവിൽ ഈ എഫേസ്യ ലേഖനം അന്നത്തെ ആ സഭയിലുണ്ടായിരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ധാർമ്മികമായ ഒരു വലിയ ഒരു പ്രോത്സാഹനം നമുക്കിതിൽ കാണാൻ പറ്റും. അവരുടെ സാമൂഹിക ജീവിതത്തിൽ, സഭാപരമായ ജീവിതത്തിൽ ഒക്കെ അവരുടെ മനോഭാവവും അവരുടെ ആയ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് പൊതുവെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി എഫേസ്യ ലേഖനത്തെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. നല്ല
വിശ്വാസമുള്ള ഒരു ജനസമൂഹമായിരുന്നു. ഒരു കുറവ് മാത്രമേ എഫേസ്യ ലേഖനത്തിൽ, വെളിപാട് പുസ്തകത്തിൽ എഫേസ്യ സഭയെക്കുറിച്ച് പൗലോസ് പറയുന്നുള്ളൂ: ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പൗലോസ് ഓരോ സ്ഥലത്തും താൻ പോയതായ സ്ഥലങ്ങളിലൊക്കെ ഓരോ സഭകൾ സ്ഥാപിക്കുകയും അതിന് വേണ്ടതായ സഭ സ്ഥാപിച്ചിട്ട് അദ്ദേഹം പോവുകയല്ല ചെയ്തത്. പിന്നീട് ആ സഭയെക്കുറിച്ച് ചിന്തിക്കുകയും അന്വേഷിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം നിരന്തരമായി ഇങ്ങനെ ലേഖനങ്ങളിലൂടെയൊക്കെ നൽകുകയും ചെയ്തു. ഇന്നത്തെ പോലെ എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ്, ജയിലിൽ കിടന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഓർക്കണം. അപ്പം എത്രമാത്രം തീക്ഷ്ണമായി ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി അദ്ദേഹം അധ്വാനിച്ചു, പ്രവർത്തിച്ചു, ചിന്തിച്ചു. നമ്മൾക്ക് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്തു ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ലേഖനമായി കൈകിട്ടിയത് വായിക്കാൻ പോലും നമ്മൾ തയ്യാറാവുന്നില്ല. അതിനുള്ള സമയം നമുക്കില്ല. അപ്പം അതുകൊണ്ട് ഈ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ച ആ സ്ത്രീഹന്മാരെ സ്മരിക്കുവാനും അവരുടെ മധ്യ സമയം പ്രാപിക്കുവാനും അവരെ പോലെ എന്തെങ്കിലുമൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ ശക്തീകരിക്കാൻ അതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് പകൽക്കാലം ഈ 6-ാം അധ്യായം വായിച്ച് ധ്യാനിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ.